ശുഗമുനിയെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ജനകമഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു: അങ്ങ് യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ചുവല്ലോ. ഇപ്പോൾ പോയി വിശ്രമിക്കൂ. നമുക്ക് നാളെ സംസാരിക്കാം. പിറ്റേന്ന് പുലർച്ചെ പ്രഭാതവന്ദനത്തിനായി കൊട്ടാരത്തിനു മുന്നിലുള്ള നദീതീരത്തേക്ക് പോകുമ്പോഴും ശുഗമുനിയുടെ മനസ്സിൽ നീരസം ബാക്കി നിന്നു. തന്നെ ഉപദേശിക്കാൻ ഈ ലൗകികന് എന്തു യോഗ്യത എന്ന ചോദ്യം മനസ്സിൽ നിറഞ്ഞു നിന്നു. നദീതീരത്ത് ധ്യാനനിരതനായി ജനകമഹാരാജാവ് പ്രഭാത പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അരികിൽ വെറും നിലത്ത് അദ്ദേഹത്തിന്റെ കിരീടവും ഉത്തരീയവും ആഭരണങ്ങളും അഴിച്ചുവെച്ചിരുന്നു. തൊട്ടരികിൽ തന്റെ വേഷ്ടിയും കമണ്ഡലവും വെച്ച് ശുഗമുനി പ്രഭാത കർമ്മങ്ങൾക്കുശേഷം വന്ദനധ്യാനത്തിനായി അരികിലിരുന്നു. പെട്ടെന്നാണ് നദിയിലെ വെള്ളം ഉയർന്നു തുടങ്ങിയത്. ശുഗമുനി തന്റെ വേഷ്ടിയും കമണ്ഡലവും കൈക്കലാക്കി പിന്നോട്ടു മാറി. എന്നാൽ മഹാരാജാവ് യാതൊന്നും ശ്രദ്ധിക്കാതെ ധ്യാനം തുടർന്നു. ഭയന്ന ശുഗമുനി അദ്ദേഹത്തെ ധ്യാനാവസ്ഥയിൽ നിന്നും ഉണർത്താൻ ശ്രമിച്ചു. എന്നാൽ ജലനിരപ്പിനൊപ്പം മഹാരാജാവിന്റെ ശരീരവും കിരീടവുമെല്ലാം ഉയരുന്നതാണ് ശുഗമുനി ദർശിച്ചത്. ഇതെന്ത് മായ എന്നമ്പരക്കുന്ന ശുഗമുനിയുടെ മുന്നിൽ പെട്ടെന്ന് നാരദൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു: കൃഷ്ണായ വാസുദേവായ